മലയാളത്തിൻ ശബ്ദം, മാമലനാടിൻ്റെ ശബ്ദം, ഇതിഹാസങ്ങൾ ചിറകുവിടർത്തിയ കേരളനാടിൻ്റെ ശബ്ദം. ഇവിടെയിതാ ഇവിടെയിതാ സാഗരങ്ങൾ അകലെ, സാഗരങ്ങൾ അകലെ. നമസ്കാരം. മലയാള ശബ്ദത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മലയാള ശബ്ദത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. 2010 ടിഫ് ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ വിശേഷങ്ങളുമായി ഇതാ നിങ്ങളോടൊപ്പം ജിമ്മി ജോൺ. 2010 സെപ്റ്റംബർ 9 മുതൽ 19 വരെ 35ാമത്തെ ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അഥവാ ടിഫിന് ടൊറാൻറ്റോ നഗരം ആതിഥേയം വഹിച്ചു. ഈ വർഷവും ടിഫിൽ പങ്കെടുക്കുവാൻ മലയാള ശബ്ദത്തിന് ക്ഷണം ലഭിച്ചു. ഈ വർഷം ടിഫ് നടത്തപ്പെട്ടത് പുതിയ ടിഫ് ബെൽ ലൈറ്റ് ബോക്സിലാണ്. ഇതായിരിക്കും ഇനി മുതൽ ടിഫിൻ്റെ സ്ഥിരം മേൽവിലാസം. ഡൗൺ ടൗൺ ടൊറാൻറ്റോയിലുള്ള അതിമനോഹരമായ ഒരു 5 നില കെട്ടിടമാണ് ടിഫ് ബെൽ ലൈറ്റ് ബോക്സ്. 1976 ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്ന പേരിൽ വളരെ ലളിതമായൊരു തുടക്കമായിരുന്നു ടിഫിൻ്റേത്. അന്ന് ഏകദേശം 35,000 പ്രേക്ഷകർക്ക് വേണ്ടി 20 രാജ്യങ്ങളിൽ നിന്നുമുള്ള 127 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. 2009 ഏകദേശം 5 ലക്ഷം പ്രേക്ഷകർക്ക് വേണ്ടി 64 രാജ്യങ്ങളിൽ നിന്നുമുള്ള 336 ചിത്രങ്ങളാണ് ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. 1994 ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്ന പേരിന് പകരം ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന നാമകരണം ചെയ്യപ്പെടുന്നത്. ടിഫ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കൾച്ചറൽ ഓർഗനൈസേഷനാണ്. സിനിമ എന്ന മാധ്യമത്തെ ഉപകരണമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് കൂടുതൽ വെളിച്ചം വീശുക എന്നുള്ളതാണ് ടിഫിൻ്റെ പ്രധാന ദൗത്യം. മിസ്റ്റർ പിയേഴ്സ് ഹാൻഡ്ലിംഗ് ആണ് 2010 ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറും സിഇഒയും. ഏകദേശം $170 മില്യൺ ബിസിനസ്സാണ് ടിഫിനോടനുബന്ധിച്ച് ടൊറാൻറ്റോയിൽ നടക്കുന്നത് എന്നാണ് മിസ്റ്റർ ഹാൻഡ്ലിങ്ങിൻ്റെ വിലയിരുത്തൽ. 2010 ഈ ഫിലിം ഫെസ്റ്റിവലിൽ ലോക സിനിമകളുടെ വിൽപ്പനയും അതിശക്തമായിരുന്നു. 20-ൽ പരം സിനിമകളാണ് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്കായി ടിഫിൽ വിൽക്കപ്പെട്ടത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം 300 സിനിമകളാണ് ഈ വർഷത്തെ ടിഫിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിന്നും 7ഓളം സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെയും മാധ്യമത്തിൻ്റെയും ശ്രദ്ധയാകർഷിച്ചത് കിരൺ റാവു സംവിധാനം ചെയ്ത പ്രശസ്ത നടൻ അമീർ ഖാനും പ്രതീക് ബാബറും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുംബൈ ഡയറീസ് അഥവാ ധോബി ഘാട്ട് എന്ന ബോളിവുഡ് ചിത്രമായിരുന്നു. അകാലത്തിൽ അന്തരിച്ച പ്രശസ്ത നടി സ്മിത പട്ടേലിൻ്റെയും നടൻ രാജ് ബബ്ബറിൻ്റെയും മകനാണ് ധോബി ഘാട്ട് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മുന്നയ്ക്ക് ജീവൻ നൽകിയ പ്രതീക് ബാബർ. ഈ ചിത്രത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ നിന്നുമുള്ള ചില പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് ഇനി മലയാള ശബ്ദം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. Television. This is for Amir. Amir, you have proven not only the Indian audience and audience viewers, and not only that, you have proven to all world viewers that you are an intelligent director as well as you are a good actor. But when you worked with Tare Zameen Par, even though it's Gupta's script, you mentioned that you want to direct that movie. You have mentioned that if he does that direction, it becomes as a documentary. But when it comes to this movie, you have any reason why you didn't want to direct this movie? Well, I wouldn't have let him. First of all, Kiran wouldn't have let me. And secondly, I've done 40 odd films as an actor. And every script that's offered to me is not a script that I want to direct or I should be directing. So that's a non-issue. And for me, the title was not so much because it was one of the characters is a dhobi in the film. But it's also a sort of a metaphor for the city where everyone is welcome, where all kinds of people come and the city kind of levels them out. So Dhobi Ghat is as much a sort of reference to Mumbai as it is to the place that is so famous.
ഏകദേശം 89 കനേഡിയൻ സിനിമകളാണ് ഈ വർഷത്തെ ടിഫിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. പ്രശസ്ത സംവിധായകനും നടനുമായ ക്ലിന്റ് ഈസ്റ്റ്വുഡ്, പ്രശസ്ത സംവിധായകൻ ഡാനി ബോയൽ, പ്രശസ്ത നടൻ മാറ്റ് ഡെയ്മൻ, ഓം പൂരി, അമീർ ഖാൻ, ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ മിസ്റ്റർ ശങ്കർ മോഹൻ എന്നിവരും 2010 ടിഫിൽ പങ്കെടുത്തിരുന്നു. ടിഫിനെ കുറിച്ച് മിസ്റ്റർ ശങ്കർ മോഹന് പറയാനുള്ളത് എന്താണെന്ന് ഇനി നമുക്കൊന്ന് കേൾക്കാം. Well, we have about 4 or 5 films from basically the Hindi region. They're all films in Hindi languages. They're definitely a very good selection of Hindi films. But I would prefer to see more of Indian films from the various film producing regions of India. India is a vast country with nearly about 1200 films being produced each year. And you have films produced in Mumbai, in Chennai, in Hyderabad, in Kerala, in Maharashtra, in West Bengal. So you have a huge amount of regional cinemas happening, you know. It's not just one industry in India. We have nearly 6 to 7 film producing regions in India. And I would sincerely wish that we have more films representing or truly representing the Indian cinema. Because India has several cinemas. And what we are witnessing at TIFF is just one cinema that's happening with the Hindi region. ടിഫിലെ ഏറ്റവും പ്രശസ്തമായ ദ പീപ്പിൾസ് ചോയ്സ് അവാർഡ് ലഭിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള ദ കിങ് സ്പീച്ച് എന്ന സിനിമയ്ക്കാണ്. ടോം ഹൂപ്പറാണ് ദ കിങ് സ്പീച്ച് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. ഇൻസെന്റിസ് ആണ് ബെസ്റ്റ് കനേഡിയൻ ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. പീപ്പിൾസ് ചോയ്സിന്റെ ഡോക്യുമെന്ററി അവാർഡ് ലഭിച്ചത് ഡേവിഡ് സുസൂക്കി സംവിധാനം ചെയ്ത ഫോഴ്സ് ഓഫ് നേച്ചർ എന്ന ചിത്രത്തിനാണ്. അങ്ങനെ 2010 ടിഫിന് ഇവിടെ തിരശ്ശീല വീഴുകയായി. 2011 ചലച്ചിത്രമേളയ്ക്ക് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ 2010 ടൊറാൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ എല്ലാ വിശേഷങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കട്ടെ. വൈവിധ്യമാർന്ന മറ്റൊരു പുത്തൻ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നിങ്ങളോട് വിട പറയട്ടെ. നിങ്ങളോട് വിട പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ജിമ്മി ജോൺ. നന്ദി, നമസ്കാരം.